സ്കൂൾ മീഡിയ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ പറയുന്നത് 10ാം ക്ലാസ്സിലെ ട്രിഗണോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി എന്ന് പറയുന്ന പാഠഭാഗത്തിലെ അവസാന ഭാഗമായിട്ടുള്ള മേൽക്കോണും കീഴ്ക്കോണും അല്ലെങ്കിൽ ആംഗിൾ ഓഫ് എലവേഷനും ഡിപ്രഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ചു ചോദ്യങ്ങളും അവ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചിത്രങ്ങൾ വരയ്ക്കേണ്ടത് എന്നുള്ള കുറച്ചു ആശയങ്ങളുമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം പുസ്തകത്തിൽ ഉള്ള ചോദ്യങ്ങൾ തന്നെയാണ്, ചില മാറ്റങ്ങൾ മാത്രം. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും കുറച്ചകലെ നിൽക്കുന്ന ഒരു കുട്ടി മരത്തിൻ്റെ മുകളറ്റം 50 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. മേൽക്കോൺ എന്ന് പറയുന്നത് എലവേഷനാണ്. 10 മീറ്റർ പുറകോട്ട് മാറി നോക്കിയപ്പോൾ അതേ സ്ഥാനത്ത് തന്നെ 30 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്, എലവേഷനിൽ കണ്ടു. അങ്ങനെയാണെങ്കിൽ മരത്തിൻ്റെ ഉയരം എത്ര എന്ന ചോദ്യമാണിത്. ഇത് പലതരത്തിൽ പല രീതിയിൽ ചോദിക്കാം. ഒരു ഗോപുരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടി എന്ന് പറയുന്ന രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു മതിലിൽ നിന്ന് കുറച്ചപ്പുറത്ത് നിൽക്കുന്ന കുട്ടി എന്നുള്ള രീതിയിൽ ചോദിക്കാവുന്നതാണ്. ഒരു കുന്നിൻ്റെ കുറച്ചപ്പുറത്ത് നിൽക്കുന്ന കുട്ടി എന്നുള്ള രീതിയിലൊക്കെ ഈ ചോദ്യത്തെ മാറ്റി മറിക്കാവുന്നതാണ്. പൊതുവായ ആശയം എന്ന് പറയുന്നത്, നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന കുട്ടി, ഒരു മരം രേഖാചിത്രങ്ങളായാണ് നമ്മളിത് വരക്കേണ്ടത്. ഒരു മരം അല്ലേ, ഇത് മരമായിട്ട് നിങ്ങളെടുക്കുക. ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് അകലെ നിൽക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ, കുറച്ച് അകലെ നിൽക്കുന്ന ഒരു കുട്ടി, ഇവിടെ ഒരു കുട്ടിയുണ്ട് എന്ന് വിചാരിക്കുക. കുട്ടിയുടെ ഉയരം ഈ ചോദ്യത്തിൽ തന്നിട്ടില്ല, ഹൈറ്റ് തന്നിട്ടില്ല. അതുകൊണ്ട് കുട്ടിനെ ഇങ്ങനെ മുകൾ ഭാഗത്തേക്ക് വരക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ നിന്ന് കുട്ടി ഈ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കുന്നു. മുകളിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ അടയാളപ്പെടുത്തുക. ഇവിടെ 90 ഡിഗ്രിയാണ്. ഇതിൽ കുട്ടിയുടെ 50 ഡിഗ്രി മേൽക്കോണിലാണ്, എലവേഷനിലാണ് എന്ന് തന്നിട്ടുണ്ട്. നോക്ക്, ഇവിടെ അളവുകളൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രി എന്ന് പറയുന്ന ഈ കോണ് മാത്രമാണ് ഉള്ളത്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്, മട്ടത്രികോണമാണ്. നമുക്കറിയാം, മട്ടത്രികോണത്തിൽ ട്രിഗണോമെട്രി വിലകളായിട്ടുള്ള സൈന്, കോസ്, ടാന് എന്നിവ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വശം ഇവിടെയോ അല്ലെങ്കിൽ ഇതോ തരണം. ഇത് തന്നിട്ടില്ല. അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് വായിച്ചു നോക്കാം. 10 മീറ്റർ കുട്ടി പിറകോട്ട് മാറി. ഇവിടെ നിന്ന് 10 മീറ്റർ കുട്ടി പിറകോട്ട് മാറി. അപ്പോൾ നമുക്കിവിടെ അടയാളപ്പെടുത്താം 10 മീറ്റർ. ഇവിടുന്ന് മുതൽ ഇതുവരെയാണ് 10 മീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് കുട്ടി വീണ്ടും അതേ മരത്തിൻ്റെ മുകളറ്റം നോക്കുന്നു. ഇങ്ങനെ അടയാളപ്പെടുത്തി. അത് 30 ഡിഗ്രി മുകൾ കോണിലാണ്, അതായത് എലവേഷനിലാണ്. എങ്കിൽ മരത്തിൻ്റെ ഉയരം എത്ര എന്നുള്ള ചോദ്യം. ഈ ചിത്രം ശ്രദ്ധിക്കുക. ഈ ചിത്രം ഇവിടെ 50 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. സ്വാഭാവികമായിട്ടും അടുത്തുള്ള കോണായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അത് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. പുറകിലോട്ട് പോകുന്തോറും കോണ് കുറഞ്ഞു വരും. ഇതിൽ ഇവിടെയുള്ള ഈ ഒരു വശം തന്നിട്ടുണ്ട് 10 മീറ്റർ. ഇവിടെ h, ഈ ഉയരം കണ്ടുപിടിക്കാൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് h സമം, അതായത് ഉയരം സമം ഇവിടെയുള്ള ഈ വശം ഈക്വൽ ടു ഇവിടുന്ന് ഇതുവരെയുള്ള ഈ വശത്തെ നമ്മൾ 10, ഇതാണല്ലോ 10 എന്ന് പറയുന്നത്. അപ്പോൾ 10 ഇൻറ്റു ടാൻ വിലകളാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. ടാൻ 50, ടാൻ ഇത് ഫസ്റ്റ് ഈ കോൺ എഴുതണം കേട്ടോ, 50 ഇൻറ്റു ടാൻ 30 ബൈ ഹരിക്കണം അല്ലേ, ഡിവൈഡഡ് ബൈ ടാൻ 50 ഡിഗ്രി മൈനസ് ടാൻ 30 ഡിഗ്രി. ഇത് മൈനസ് ആണ് വരിക, ഇവിടെ മൈനസ് ആണ് വരിക. ഇവിടെ എപ്പോഴും ഈ കോണെന്ന് പറയുന്നത് വലുതായിരിക്കും. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. ഇത് ഇവിടെ ഇവിടെ എക്സ് ഒക്കെ കൊടുത്ത് സോൾവ് ചെയ്ത് വന്നിട്ടുള്ളൊരു ഇക്വേഷനാണിത്. ഇനി നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഇവിടെ 10 ഇൻറ്റു ടാൻ 50ൻ്റെ വില നിങ്ങളുടെ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. അത് കൊടുക്കുക, എത്രയാണോ അതിവിടെ കൊടുക്കുക. ഇൻറ്റു ടാൻ 30ൻ്റെ വില എത്രയാണോ അത് കൊടുക്കുക. ടാൻ 50ൻ്റെ വില ബൈ ഇടുക, ടാൻ 50ൻ്റെ വില എഴുതുക, മൈനസ് ചെയ്യുക, ടാൻ 30ൻ്റെ വില എഴുതുക. ഇത്
ക്രിയ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എച്ചിൻ്റെ വില കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അപ്പോൾ മറക്കരുത്, ഈ ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇത് തെറ്റില്ലാതെ വൃത്തിയായിട്ട് ചെയ്ത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 3 4 1 2 3 മൂന്നോ നാലോ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. രണ്ടാമത്തെ ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മരത്തിൻ്റെ മുകളറ്റം, അതായത് പൂർണ്ണ വളർച്ച എത്തിയല്ല, ഒരു ചെറിയ മരമാണ്. ആ മരത്തിൻ്റെ മുകളറ്റം ഒരാൾ 40 ഡിഗ്രി മുകൾ കോണിൽ കാണുന്നു. അതായത് നമുക്ക് അതുവരെയുള്ള ചിത്രം എങ്ങനെയാണെന്ന് നോക്കാം. വളർന്നുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ വീണ്ടും വളരണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ ഒരു മരമുണ്ട്, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മരമാണ്. അതിൻ്റെ മുകളറ്റം ഒരാൾ 40 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. അതായത് കുറച്ചുകൂടി മാറി നിൽക്കുന്ന ഒരാൾ, ചുവട്ടിൽ നിന്ന് എന്തായാലും അങ്ങനെ കാണില്ല അല്ലേ, കുറച്ച് മാറി നിൽക്കുന്ന ഒരാൾ 40 ഡിഗ്രി മുകൾ കോണിൽ കാണുന്നു. അതായത് 40 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു എന്ന് പറഞ്ഞാൽ എലവേഷനിൽ കാണുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സ്വാഭാവികമായിട്ടും മരത്തിൻ്റെ ഉയരം കൂടിയിട്ടുണ്ടാവും. ഒരു ചോദ്യമാണിത്. ശേഷം അതേ മരത്തിൻ്റെ മുകളറ്റം അതേ സ്ഥാനത്ത് നിന്ന് നോക്കിയപ്പോൾ 60 ഡിഗ്രി മുകളിൽ കോണിലാണ് കണ്ടത്. സ്വാഭാവികമായിട്ടും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത് മരം ഒന്ന് കൂടിയിട്ടുണ്ടാവും, ഒന്ന് ഉയരം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് കണ്ട് തന്നെ ആ മരത്തിൻ്റെ മുകളറ്റം നോക്കിയപ്പോൾ അത് 60 ഡിഗ്രി, മൊത്തം 60 ഡിഗ്രിയിലാണ് കണ്ടത് എന്ന് പറഞ്ഞു. ഇനി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മരത്തിൻ്റെ ഉയരം എത്ര? ഇപ്പോൾ മരത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഇത് മൊത്തമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ മരത്തിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ ഇത് മൊത്തമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒരു ക്വസ്റ്റ്യനിലെ അവസാന ഭാഗത്ത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഉയരം ആദ്യം ഉള്ളതിനേക്കാൾ 3 മീറ്റർ കൂടിയിട്ടുണ്ട് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇവിടുന്ന് മുതൽ ഇതുവരെയാണ്, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഉയരം 3 മീറ്റർ കൂടിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ഈ ചിത്രം ഇങ്ങനെ, അതായത് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ രണ്ട് ചോദ്യമാണ്, പക്ഷെ തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട അതേ ചോദ്യത്തിലേക്ക് തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, പക്ഷേ കോണുകളിൽ അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്തോ വ്യത്യാസം ഉണ്ടല്ലോ, എന്താ ഇങ്ങനെ വരാൻ കാരണം? അപ്പോൾ ഇവിടെ തിരിച്ചു പിടിച്ചപ്പോൾ ഇവിടെ 90 ഡിഗ്രിയാണ് അല്ലേ? ഇവിടുന്ന് മുതൽ ഇതുവരെ 40 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടുന്ന് മുതൽ ഇതുവരെ 40 ആകുമ്പോൾ ഇത് 90. അപ്പോൾ 40ഉം 90ഉം ബാക്കി ഇവിടെ എത്ര വരും നോക്കിയാൽ പോരെ? ബാക്കി ഇവിടെ എത്ര വികാരം വരിക? 50 ഡിഗ്രിയാണ് വരിക അല്ലേ? അപ്പോൾ 50 ഡിഗ്രി വരും. 50ഉം 40ഉം 90, പിന്നെ 90 180 കിട്ടണമല്ലോ. ഇനി രണ്ടാമത്തത് വലുത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ 60 അല്ലേ? ഇവിടെ മൊത്തം 60, ഇത് 90. അപ്പോൾ ഇത് എത്ര വരും? 30 അല്ലേ? 30 ഡിഗ്രി കിട്ടി. അല്ലാതെയും പറയാം അല്ലേ? ഇവിടെ ടോട്ടൽ 60, അപ്പോൾ ഇത് 40 ഉണ്ട്, ബാക്കി ഇവിടെ എത്രയാണ്? 20 ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇത് 20 ആയിരിക്കും. ഇത് 50 ആണെങ്കിൽ ഇവിടെ 130 ആയിരിക്കും. അപ്പോൾ 20 130, ബാക്കി എത്ര വരിക? 30 തന്നെയല്ലേ വരിക. അപ്പോൾ അങ്ങനെയും നോക്കാം. അപ്പോൾ ഈ ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ചിത്രം എന്ന് പറയുന്നത്. ചിത്രം തിരിച്ചു വെച്ചാൽ ഇങ്ങനെ തന്നെയായിരുന്നു വരിക. അപ്പോൾ നമ്മൾ നേരത്തെ ഇതാണ് നമ്മുടെ എച്ച് അല്ലേ? ഇതിൽ രണ്ടിൽ അപ്പോൾ നമുക്കൊരു ഇവിടെ ഒരു സംഭവം ചെയ്യുന്നത്, മരത്തിൻ്റെ ഉയരം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ഇത് മൊത്തത്തിലാണ് കാണേണ്ടത്. ഈ ചിത്രം നേരത്തെ പറഞ്ഞ ഈ ചിത്രപ്രകാരം, ഇവിടെയുള്ള ചിത്രപ്രകാരം ഇതാണ്, അതായത് രണ്ടിൻ്റെയും പൊതുവായ സൈഡാണ് ഉദ്ദേശിക്കുന്നത്, പൊതുവായ വശം ആണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് 50 ഇവിടെ ഈ ത്രികോണം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വശമാണ് ഇത്. വലിയ ത്രികോണം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വശമാണിത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് രണ്ടിൻ്റെയും പൊതുവായ വശം എന്ന് പറയുന്നത് ഇവിടെ ABCD എന്ന് കൊടുത്താൽ ഒന്നാമത്തെ ത്രികോണത്തിൽ ട്രയാങ്കിളിൽ ABC, രണ്ടാമത്തത് ABD. അപ്പോൾ പൊതുവായത് ഇതല്ലേ അല്ലേ? അപ്പോൾ പൊതുവായത് ഇതാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ H എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ X എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ Y ഏത് വേണമെങ്കിലും കൊടുത്തു കഴിഞ്ഞാലും എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ H കണ്ടുപിടിക്കാൻ H = നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3 ഇവിടെ 3 അല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ 3 ഇവിടെ വലുത് 50 അല്ലേ? അപ്പോൾ tan 50 × tan 30 ബൈ നേരത്തെ ചെയ്തതുപോലെ തന്നെ tan 50 - tan 30. ഇനി ഈ വിലകൾ
ഈ വിലകൾ നിങ്ങൾ ടാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ടാൻ 50ൻ്റെ വില നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതും ഉണ്ടായിരിക്കും. അത് വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഭാഗം കിട്ടും, എച്ച് കിട്ടും. എച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗം, അതായത് എച്ചിൻ്റെ ഉത്തരം ഒരു ഇവിടുന്ന് ഇങ്ങോട്ടൊരു 5.2 അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഭാഗം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് എക്സ്ട്രാ വരുന്നത്. ഈ ഭാഗം കണ്ടുപിടിക്കാൻ ഈ ചെറിയ ഈ കാണുന്ന ABC എന്ന് പറയുന്ന ഈ ചെറിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്ത് അതിൻ്റെ ഈ 40 ഈ 40ൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, ഓപ്പോസിറ്റാണിത്, എതിർവശമാണ് ഇത്. ഇത് എന്ന് പറയുന്നത് ഇവിടെ ഈ 5.2 നമ്മൾ കണ്ടുപിടിച്ച 5.2 ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് സമീപവശവുമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ സമവാക്യം വരുന്ന ടാൻ ഉപയോഗിച്ചാൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ടാൻ 40 ഡിഗ്രി ഈക്വൽ ടു ഇതിൻ്റെ പേര് BC ഡിവൈഡഡ് ബൈ 5.2. ഇതിൽ BC കാണാൻ BC ഈക്വൽ ടു 5.2 ഇൻറ്റു ടാൻ 40 ചെയ്താൽ മതി. ടാൻ 40ൻ്റെ വില തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ടാൻ 40 ചെയ്താൽ, അല്ലെങ്കിൽ ഈ 50 ഉപയോഗിച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇവിടെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടും.